ബുദ്ധിമുട്ടി ചെടിയുടെയും വെള്ളത്തിലൂടെയും ഞാനും രജനി ഇങ്ങനെ പൂവെല്ലാം പറിച്ചിട്ട് വരികയാണ്. പഴയ കാലത്ത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കണ്ടില്ലേ? ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾ വർഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് നിലനിൽക്കണം. ഹാപ്പി ഓണം ആൻഡ് നബിദിനാശംസ. പൂ വാങ്ങിക്കണ്ടേ നമുക്ക്? ഹായ്, അടിപൊളി പൂ. ഉത്രാട പാച്ചിലാണ് ഇപ്പോൾ. തിരുവോണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി തലേനാളത്തെ പാച്ചലാണ്. അതാണ് ഉത്രാട പാച്ചൽ. അതിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. നമ്മൾ കേരളം മുഴുവനും ലോക മലയാളികൾ മുഴുവനും ഉത്രാട പാച്ചിലാണുള്ളത്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും. നിരവധി പൂക്കളുണ്ട്. ഡിഫറൻറ്റ് കളി ചട്ടികളാണ്. വൈറ്റ് ഉണ്ട്. അല്ല, ഇപ്രാവശ്യത്തെ ഈ തിരുവോണത്തിന് 11 പൂക്കളുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? നോർമലായിട്ട് 10 പൂക്കളുണ്ട്. ഈ പ്രാവശ്യം 11 പൂക്കളുണ്ട്. കുറേ വർഷങ്ങൾക്കിടയിൽ ഒരു തവണ ഉണ്ടാകുന്നതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത. സാധാരണ നാടൻ രീതിയിൽ പൂക്കൾ പറമ്പെന്നെല്ലാം പറിച്ചവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് അഡീഷണൽ പൂക്കൾ വേണം ഇവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും. എൻ്റെ സുഹൃത്തിനും കൂടി പറഞ്ഞിരുന്നു. ഓക്കെ, ഓൾ റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പുഷ്പങ്ങൾ വാങ്ങിച്ചു. ഓണവും നബിദിനവും ഒന്നിച്ചു വന്ന നാളെ അനിയുടെ വീട്ടിലേക്ക് നമ്മളെത്തി. അശ്വതി പൂക്കളത്തിൻ്റെ പണിപ്പുരയിലാണ്. കുറച്ച് നമ്മൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണവും നബിദിനവും ഒന്നിച്ച ഈ ഒരു കേരളീയ സംസ്കാരത്തിൻ്റെ ഉദാത്ത മാതൃക. പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പവാടി പുഞ്ചിരിച്ചു ഉള്ള പാട്ടില്ലേ? അതെ, പ്രവാചകനെ വാഴ്ത്തുന്ന മൗലൂദിൻ്റെ പാരായണം പള്ളിയിൽ നിന്നും കേൾക്കാം. طلع البدر علينا. മൗലൂദ് പാരായണത്തിൻ്റെയും ഓണപ്പാട്ടുകളുടെയും സംഗമദിനം. അതല്ലേ കേരളത്തനിമ അല്ലേ ചന്ദ്രി? ഓണം വന്ന് അനന്തവും അശ്വതിയും ചന്ദ്രിയും വീട്ടമ്മ നമ്മുടെ മൗസിയുടെ വരവാണ്. വെൽക്കം ടു നബിദിനം ആൻഡ് ഓണം. We are celebrating the great Onam and Prophet Day together with Chandri, our neighbor, Anandu and Ashwati. Okay, അനിയുടെ മക്കളാണ്. നമ്മുടെ വാതിക്കൽ വിരിഞ്ഞ പുഷ്പങ്ങൾ നാടൻ ശൈലിയിൽ പണ്ട് കാലത്ത് വൃദ്ധാതരത്തെ ഓർമ്മിപ്പിക്കുന്ന 40 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ അടുത്ത വീടുകളിലെ ശ്യാമളയും ശ്രീരിയും സുരനും അനിയും പ്രമോദും അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് നമ്മുടെ വീടുകളിലെ ആളും ചേർന്നിട്ട് 10 ദിവസവും വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ ഇതേപോലെ കളം വരച്ച് പൂവിടാറുണ്ടായി. ഒരുപാട് കാലമായി അതൊക്കെ അന്യം നിന്നുപോയ ഒരവസ്ഥയിൽ നിന്നും ഇന്നലെയാണ് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത്. പെട്ടെന്നുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഇതിന് നമുക്ക് ഏറ്റവും വലിയ മെസ്സേജ് പറഞ്ഞാൽ മാവേലി നാട് ഭരിച്ചിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. സോഷ്യലിസം അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സോഷ്യലിസത്തിന്റെ മഹത്തായ സന്ദേശം നടപ്പാക്കിയ ഒരു നാട്. നമ്മുടെ കാർഷിക വിളവെടുപ്പിന്റെ പണ്ടുകാലത്ത് ദാരിദ്ര്യമായിരുന്നല്ലോ. അപ്പോ കാർഷിക വിളവെടുപ്പിന്റെ ആ ഒരു ദിവസം ഒരുപാട് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവും. ഭയങ്കര സന്തോഷമായിരിക്കും. അതിന്റെ ആഘോഷങ്ങളുടെ ഒരു ദിവസത്തെ ഓർമ്മിപ്പിക്കുക ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നമ്മുടെ വയറ് നിറഞ്ഞാലുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് കാന കപ്പട ഓർ മക്കാൻ. ആദ്യം നമുക്ക് എന്താ വേണ്ടേ? ബേസിക്കായിട്ട് ഭക്ഷണമാണ്. അപ്പൊ ഭക്ഷണം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വലിയ സമ്പന്നന്മാർ റയറായിട്ടുള്ള ആളുകൾക്ക് ആ കൃഷി വയലുകളെല്ലാം ഉണ്ടായി. അപ്പൊ ആ വയലുകളിൽ കൃഷി ചെയ്യുന്ന പാവപ്പെട്ടവൻ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ അന്ന് സങ്കല്പമായാലും വിശ്വാസമായാലും തന്നെയാലും അങ്ങനെ ഒരു രാജാവിന്റെ ആവശ്യം
ഓരോരോ കാലഘട്ടത്തിലും ആവശ്യമായിരുന്നു. ഈ സംഭവാമി യുഗേ യുഗേ, ഓരോ കാലഘട്ടത്തിലും അങ്ങനെയുള്ള സത്യസന്ധമായ പ്രതീകങ്ങൾ അവതരിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മുടെ മന്ത്രിമാർ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അവർ ഭരിക്കുമ്പോഴും ഏറ്റവും നന്മ ചെയ്യുന്ന നേതാക്കന്മാരെ എന്നും ഓർമ്മിക്കപ്പെടും. നമ്മുടെ നാടും ഐശ്വര്യത്തിലാണ് ഇപ്പോഴും. അതേപോലെ കുറെ കാലഘട്ടം കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ള തലമുറ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ഇത്രയും വലിയ സന്ദേശം നൽകിയ പ്രോഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നതിന്റെ സന്ദേശം പഠിപ്പിച്ച സോഷ്യലിസത്തിന്റെ രണ്ട് മുഖങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഈ സുദിനത്തിൽ ഒത്തുചേർന്നപ്പോൾ നമ്മളും ഒത്തുചേർന്നു. ഈ സ്നേഹവും സാഹോദര്യവും മനുഷ്യത്വവും എന്ന് നിലക്കണം. മതത്തിന്റെയും ജാതിയുടെയും അപ്പുറം സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും കേരള തനിമ, ഇന്ത്യൻ തനിമ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യന് വേണ്ട ആ ഒരു ഗുണങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം. മറ്റുള്ള ജാതി, മത, വർഗ, വർണ്ണ വിവേചനങ്ങൾ, വർഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് വില നൽകണം. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് നബിദിനാശംസകൾ. ഹാപ്പി ഓണം ആൻഡ് നബിദിനാശംസകൾ. സുഗന്ധം പരക്കട്ടെ, സ്നേഹത്തിന്റെ സുഗന്ധം. മഞ്ഞ കൂടുതൽ അല്ല, എന്റെ ഡ്രസ്സ് മഞ്ഞ. ബോട്ടൽ ശരിയാകട്ടെ. 3 special occasions: Onam, Prophet Muhammad Day and Teachers Day. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അത് വളരെ വളരെ സന്തോഷമുണ്ട്. Picture abhi bhi baki hai bhai. Thanks for watching and please subscribe.